കർത്താവിനെ സന്തോഷിപ്പിച്ചാൽ കർത്താവ് തിരിച്ചു അങ്ങനെ തന്നെ ചെയ്യും. സമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഒരു വചനമുണ്ട്. ആ വചനം എങ്ങനെയാണ് പറയണത്? എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, എന്നെ ബഹുമാനിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. അപ്പോൾ ഈ നാമാൻ കർത്താവിനെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട് എന്തായി? നാമാനോട് കർത്താവിന് വളരെ പ്രീതിയായിരുന്നു. കർത്താവിനുള്ള പ്രീതി എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? നാമാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകിക്കൊണ്ടിരുന്നു. നാമാൻ ഒരു യുദ്ധത്തിന് പോയാൽ വിജയം, നാമാൻ ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ചാൽ അതിന് വിജയം. ഈ സിറിയ രാജ്യത്തെ നാമാൻ എന്ന ഒറ്റ വ്യക്തിയെ പ്രതി സിറിയ രാജ്യം മുഴുവനെയും അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. നാമാൻ അവിടെ ഉള്ളതുകൊണ്ട് നല്ല മഴയ്ക്ക് നല്ല മഴ, നല്ല വെയിലിന് നല്ല വെയിൽ, പ്രകൃതിക്ഷോഭങ്ങളോ കൊടുങ്കാറ്റോ ഇല്ല, നന്നായിട്ട് കാത്തു സൂക്ഷിച്ചു. നാമാൻ എന്ന വ്യക്തിയെ പ്രതി കർത്താവ് സിറിയ രാജ്യം മുഴുവനെയും അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോടാണ് കർത്താവിന് ഇഷ്ടം? ദൈവഭക്തിയുള്ളവരോടാണ് കർത്താവിന് ഇഷ്ടം. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 22 തൊട്ട് 24 വരെ വാക്യങ്ങൾ. അവിടെ കർത്താവ് ഈ കാര്യം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു, എന്നാൽ അവരെല്ലാവരും ദൈവഭക്തനോളം ശ്രേഷ്ഠ. പ്രഭു എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ധനാഢ്യൻ. ന്യായാധിപൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ന്യായാധിപൻ ബഹുമാനിക്കപ്പെടുന്നു, പ്രഭു ബഹുമാനിക്കപ്പെടുന്നു, ഭരണാധികാരി പ്രധാനമന്ത്രി വന്നു, പ്രസിഡന്റ് വന്നു, ബഹുമാനിക്കപ്പെടുന്നു അല്ലേ? പ്രധാനമന്ത്രിയുണ്ട്, ചീഫ് ജസ്റ്റിസ് ഉണ്ട്, പ്രഭുക്കന്മാർ, വലിയ ധനാഢ്യന്മാരുണ്ട്. അവരെല്ലാം അവർക്ക് ബഹുമാനം കിട്ടുന്നുണ്ട്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുകയാണ്. അടുത്ത് വായിച്ചു നോക്കിക്കേ. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും എല്ലാം ബഹുമാനിക്കപ്പെടുന്നു, അവർക്ക് ബഹുമാനം കിട്ടുന്നുണ്ട്. എന്നാൽ കർത്താവ് വരുമ്പോൾ കർത്താവ് നേരെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കല്ല പോണത്, കർത്താവ് നേരെ കളക്ടറുടെ അടുത്തേക്കല്ല പോണത്, കർത്താവ് നേരെ വലിയ ധനാഢ്യന്മാരുടെ അടുത്തേക്കല്ല പോണത്, കർത്താവ് നേരെ ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്തേക്കല്ല പോണത്. കർത്താവ് പോണത് അവിടെ വരുമ്പോൾ നോക്കും, അവിടെ ആരെങ്കിലും ദൈവഭക്തി ഉള്ളവരുണ്ടോ, അവിടെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ, അവിടെ ആരെങ്കിലും കൊന്ത ചൊല്ലുന്നവരുണ്ടോ, അവിടെ ആരെങ്കിലും വെളുപ്പിന് എഴുന്നേൽക്കുന്നവരുണ്ടോ, കർത്താവിനെ തേടുന്നവരുണ്ടോ, കർത്താവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ടോ, കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവരുണ്ടോ? കർത്താവ് ദൈവഭക്തനെയാണ് ഒരു നാട്ടിൽ വരുമ്പോൾ അന്വേഷിക്കുന്നത്. ചിലപ്പോൾ പാവപ്പെട്ട ചെടുത്തിയായിരിക്കും, ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കാം, ഒരു അമ്മാമ്മയായിരിക്കും. ദൈവം നേരെ അമ്മാമ്മയുടെ അടുത്ത് ചെല്ലും. ആ അമ്മാമ്മയെ പ്രതി ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 2 തൊട്ട് 6 വരെ വാക്യങ്ങൾ. അവിടെ ദൈവത്തിൻ്റെ സന്നിധി ദൈവഭക്തിയുള്ള ഒരു ദൈവ പൈതലുണ്ട്. ആ ദൈവ പൈതലിൻ്റെ പേരാണ് ജോസഫ്. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാര്യം ശരിയാണ്, ജോസഫ് കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു, സഹോദരന്മാർ വെറുത്തു, പല പീഡനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി, നന്മയുണ്ടായി, ഉയർച്ചയുണ്ടായി. എല്ലാ കാര്യങ്ങളും ഉയർച്ചയുണ്ടായി ജോസഫിന്. ജോസഫ് എന്ത് ചെയ്താലും ഉയർച്ച കൊടുക്കുകയാണ്, എന്ത് ചെയ്താലും ദൈവം ജോസഫിനെ അനുഗ്രഹിക്കുകയാണ്. അപ്പം നമ്മൾ ദൈവഭക്തിയിൽ വളരുന്നത് നിസ്സാര കാര്യമല്ല. കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി സമയവും ആരോഗ്യവും അധ്വാനവും എല്ലാം കൊടുക്കുന്നത് വെറുതെ അല്ല. കർത്താവിൻ്റെ മുമ്പിൽ ദൈവഭക്തിയിൽ വളരുന്നത് അതിപ്രധാനമായ ഒരു കാര്യമാണ്. പൂർവ്വപിതാവ് ജോസഫിനെ കുറിച്ച് പറയുകയാണ്, വായിച്ചു നോക്കിയേ. അവൻ എല്ലാ കാര്യങ്ങളിലും ശ്രേയസ്. ഈജിപ്തുകാരനായ യജമാനൻ്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും അവിടുന്ന് മംഗളകരമാക്കുന്നുവെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി. അവൻ്റെ യജമാനൻ്റെ പേരാണ് പൊത്തീഫർ എന്ന് പറയുന്ന കാവൽ നായകൻ. ആ കാവൽ നായകന് മനസ്സിലായി, കാവൽപ്പടയുടെ നായകന് മനസ്സിലായി, ഈ ജോസഫിൻ്റെ കൂടെ കർത്താവുണ്ട്. ജോസഫിന് സ്വത്തും പണമൊന്നും ഇല്ലെങ്കിലും ജോസഫിൻ്റെ കൂടെ കർത്താവുണ്ട് എന്ന് പൊത്തീഫറിന് മനസ്സിലായി. അതുകൊണ്ട് കർത്താവാണ് ഇവൻ ചെയ്യുന്നതൊക്കെയും മംഗളകരമാക്കി മാറ്റുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ മംഗളകരമാക്കി മാറ്റാൻ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണം. നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടാൽ, നമ്മൾ മക്കളെ പഠിപ്പിച്ചാൽ, നമ്മൾ എന്ത് ചെയ്താലും ആ കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് UK എന്നുള്ള ആ ഏബലിൻ്റെ അപ്പൻ ഏബലിനോട് പറഞ്ഞ്, മകനെ നീ പഠിപ്പിൽ ചില കുറഞ്ഞാലും കർത്താവിൻ്റെ പ്രീതിയിൽ നീ വളരണം,
നീ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവൻ അരമണിക്കൂർ പഠിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ വചനം കേൾക്കും, പഠിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ ബൈബിൾ വായിക്കും. അവൻ്റെ അപ്പൻ അവനെ അങ്ങനെ പരിശീലിപ്പിച്ചു. അതുകൊണ്ട് പൂർവ്വപിതാവായ ജോസഫിന് ഇങ്ങനത്തെ ഒരു കൃപയുണ്ടായിരുന്നു. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാനുള്ള കൃപ പൂർവ്വപിതാവായ ജോസഫിനുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. കർത്താവ് അവന് ശ്രേയസ് നൽകിക്കൊണ്ടേയിരുന്നു. അവൻ മുഖാന്തരം കർത്താവ് അവൻ പോയ സ്ഥലത്തെല്ലാം അനുഗ്രഹിച്ചു. അടുത്ത് വായിച്ചു നോക്കിയേ. അടുത്തിങ്ങനെ പറയണത്, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്യുന്നതൊക്കെ മംഗളകരമാക്കുന്നു എന്ന് അവൻ്റെ യജമാനന് മനസ്സിലായി. അവൻ യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പൊത്തീഫറിനെ ശുശ്രൂഷിച്ചു. തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. ഇപ്പം നമ്മൾ കുറേ വളവും കിട്ടുമെന്ന് വിചാരിച്ച് തെങ്ങ് കായ്ക്കണം നിർബന്ധമില്ല. നമ്മൾ കുറേ നന്നായിട്ട് അങ്ങോട്ട് അധ്വാനിച്ചെന്ന് വിചാരിച്ച് ബിസിനസ് അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കർത്താവിൻ്റെ അനുഗ്രഹ വർഷം ഉണ്ടാകണം. നമ്മളൊരു കാര്യം തുടങ്ങിയാൽ അത് വിജയിക്കണമെങ്കിൽ കർത്താവിൻ്റെ അനുഗ്രഹ വർഷം ഉണ്ടാകണം. ഒരുപക്ഷെ നമ്മൾക്ക് ഇപ്പോൾ പൊത്തിഫറിനെ കുറിച്ച് കർത്താവിന് വലിയ വിലയൊന്നും ഇല്ലെങ്കിലും പൊത്തിഫർ ജോസഫിനെ അവിടെ നിയമിച്ചു. ആ ജോസഫിനെ ഓർത്ത് എന്ന് തൊട്ട് ജോസഫിന് അവിടെ ഉത്തരവാദിത്വം കൊടുത്ത ആ ദിവസം തൊട്ട് അദ്ദേഹത്തിൻ്റെ വീടും വയലും അദ്ദേഹത്തിൻ്റെ സർവ്വ മേഖല പൊത്തിഫറിൻ്റെ മുഴുവൻ മണ്ഡലങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ദൈവഭക്തിയിൽ വളരുന്നത് അതിപ്രധാനമായൊരു കാര്യമാണ്. ഇന്ന് നിങ്ങൾ ദൈവഭക്തി എന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ വന്നും കേട്ടും കണ്ടുമൊക്കെയാണ് നമുക്ക് ഈ കൃപ കിട്ടുന്നത്, ഈ വിശ്വാസം വർദ്ധിക്കുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം എന്താ വചനം പഠിപ്പിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, ഈ പൂർവ്വപിതാവായ ജോസഫിനെ പ്രതി പൊത്തീഫറിൻ്റെ വയലിലും അവനുള്ള സകലത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് നാമാൻ്റെ കാര്യവും. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ 1 തൊട്ട് 14 വരെ വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? കർത്താവ് അവൻ മുഖാന്തരം സിറിയായിക്ക് വിജയം നൽകിക്കൊണ്ടേയിരുന്നു. നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സംപ്രീതി ഉള്ളവരായി ജീവിക്കണം. ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടവനായി ജീവിച്ചിട്ട് എന്താണ് കാര്യം? ദൈവത്തിൻ്റെ സംപ്രീതി വേണമെങ്കിൽ ദൈവഭക്തി മസ്റ്റാണ്. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുലിഖിതം. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുലിഖിതം. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. അപ്പോൾ ദൈവഭക്തിയിൽ 2 ക്വാളിറ്റി വേണം. എന്താണ് 2 ക്വാളിറ്റി? ഒന്ന്, ദൈവഭക്തിയിൽ ദൃഢത എന്ന് പറഞ്ഞാൽ ഉറപ്പ്. ചെറിയ കാറ്റൊന്നും അടിച്ച വീഴരുത്, അല്ലേ? ദൈവഭക്തി ദൃഢത വേണം എന്ന് പറഞ്ഞാൽ ധ്യാനം കൂടി 2 ആഴ്ചയ്ക്ക് ഉണ്ട്, പിന്നെ ഇല്ല, അങ്ങനെയല്ല. അല്ലെങ്കിൽ 10-ാം ക്ലാസ് വരെയുണ്ട്, പിന്നെ +2 പുതിയ കൂട്ടുകാരെ കിട്ടി, പിന്നെ ഇല്ല. ജോലി കിട്ടുന്നത് വരെ ദൈവഭക്തി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഇല്ല. ആവശ്യം നടന്നു കഴിഞ്ഞില്ല. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു പെരുങ്കള്ളൻ ഉണ്ടായിരുന്നു. ആ പെരുങ്കള്ളൻ ഒരു ദിവസം വലിയൊരു കൊന്നത്തെങ്ങിൻ്റെ മുകളിൽ കയറി ആ തേങ്ങ ഇടാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ കൊന്നത്തെങ്ങിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പം എന്ത് ചെയ്തു? പെട്ടെന്ന് കൈവിട്ട് താഴ്ത്തിക്ക് പോന്നു. ആ സമയത്ത് ദൈവഭക്തി ഉണ്ടായി. ദൈവമേ എന്ന് വിളിച്ചു, കർത്താവേ എന്ന് വിളിച്ചു. ആ ദൈവഭക്തിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരു ദൈവഭക്തിയുണ്ട്. പരീക്ഷയുടെ മുമ്പ് ഒരു ദൈവഭക്തിയുണ്ട്. ജോലിക്ക് ഇൻ്റർവ്യൂവിന് കിട്ടുന്നതിന് മുമ്പ് ഒരു ദൈവഭക്തി. ഇൻ്റർവ്യൂ കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മദ്യപാനം, തോന്നിയാസം, പിന്നെ അർമാദിക്കലായി, പിന്നെ മേളിക്കലായി, പിന്നെ പ്രാർത്ഥനയില്ല, ദൈവമില്ല, ദൈവഭയമില്ല. അപ്പം അതുകൊണ്ട് ദൈവഭക്തിയിൽ ദൃഢത ഇത് കർത്താവ് നോക്കുന്നുണ്ട്. ഉഴവ് കാലത്തും കൊയ്ത്ത് കാലത്തും ഒരുപോലെ ദൈവഭക്തി വേണം.
രോഗമുള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോഴും ഒരുപോലെ ദൈവഭക്തി വേണം. രോഗം വരുമ്പോൾ ദൈവഭക്തി ഉപേക്ഷിക്കരുത്. ആരോഗ്യമുള്ളപ്പോൾ ദൈവഭക്തി ഉപേക്ഷിക്കരുത്. ആരോഗ്യമുള്ളപ്പോഴും ദൈവഭക്തി വേണം, രോഗമുള്ളപ്പോഴും ദൈവഭക്തി. ചിലർക്ക് രോഗം വന്നാൽ ഉടനെ പിന്നെ പ്രാർത്ഥനയിലൊന്നുമില്ല, എനിക്ക് രോഗം വന്നാൽ അത്രയ്ക്കായോ, എന്നാൽ പിന്നെ ഞാൻ ഈ ദൈവഭക്തി നിർത്തിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ ദൈവഭക്തി കൊണ്ടാണ് സ്വർഗത്തിൽ കഞ്ഞൂടി നടക്കണമെന്നാണ് വിചാരം. നമ്മളങ്ങോട്ട് പ്രാർത്ഥന നിർത്തിയാൽ സ്വർഗത്തിലെ കഞ്ഞൂടി അങ്ങോട്ട് മുട്ടും എന്നാണ് വിചാരം. വെറുതെ ഇരിക്കുക, നീ നന്നായാൽ നിനക്ക് കൊള്ളാം, ഇത്രേ ഉള്ളൂ. നിന്റെ ദുഷ്ടത നിന്നെ പോലെ ഒരുവനെ ബാധിക്കുന്നു. നമ്മളിപ്പോൾ പ്രാർത്ഥന നിർത്തി കുറേ ദുഷ്ടത അങ്ങ് പ്രവർത്തിച്ചു എന്ന് വിചാരിച്ച് ഉടനെ സ്വർഗം മുഴുവനും നിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമെന്ന് വിചാരിക്കരുത്. നിന്റെ ദുഷ്ടത നിന്നെ പോലെ ഒരുവനെ ബാധിക്കുന്നു. ദൈവത്തോട് പറയാൻ, കർത്താവേ എനിക്ക് ദൈവഭക്തി വേണം, ദൈവമായി പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയം എനിക്ക് വേണം, ദൈവത്തെ തേടുന്ന ഒരു ഹൃദയം എനിക്ക് വേണം, എനിക്ക് ദൈവത്തെ അങ്ങനെ ദൈവഭക്തിയുള്ള ഒരാൾ. ദൈവഭക്തിക്ക് വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റിയാണ് എന്ത്? ദൃഢത. രണ്ടാമത്തെ ക്വാളിറ്റിയാണ് എന്ത്? തീഷ്ണത. എങ്ങനെയെങ്കിലും പട്ടിക്കൂടെ അടിച്ചു കൂട്ടി വെച്ചാൽ പോരാ ദൈവത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നല്ല വിധത്തിൽ ചെയ്തു കൊടുക്കണം. ദൈവിക കാര്യങ്ങൾക്ക് നല്ല വില കൊടുക്കണം. അട്ടപ്പാടിയിൽ ശുശ്രൂഷ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ കർത്താവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം. ദൈവഭക്തിക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള ടൈം ദൈവത്തിന് കൊടുക്കണം. നല്ല വിധത്തിൽ ദൈവത്തെ ആരാധിക്കണം. നല്ല വിധത്തിൽ കൈ ഉയർത്താൻ പറഞ്ഞാൽ നന്നായിട്ട് കൈ ഉയർത്തണം. അതെന്താ? ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണോണ്ടാണ്. അങ്ങനെ നന്നായിട്ട് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ എല്ലാവരും. അത് ഒന്നാം സ്ഥാനം ദൈവത്തിനാണ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി കൈ താഴ്ത്തിയിട്ടോ. പിന്നെ അതുപോലെ സ്വരം, ഇഗ്ല വിളിക്കുമ്പോഴേക്ക് എന്ത് സ്വരമാണ്? എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ സ്വരമില്ല. ക്ഷീണം, മടുപ്പ്, പിന്നെ മൂട്ട സ്വഭാവം, മൂർഖ സ്വഭാവം, ഇങ്ങനെ കീട സ്വഭാവം, വികട സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരെ കാണുമ്പോൾ തന്നെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കൂടെ കർത്താവ് പുറപ്പെട്ടങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്.